ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ അഭിനന്ദനങ്ങൾ. അഭിഷേക് ശർമ്മയുടെ പന്തിൽ ജേക്കബ് ടഫിയെ തിലക് വർമ്മ ലോങ് ഓണിൽ പിടികൂടിയപ്പോൾ 2026 ലോകകപ്പ് മാത്രമല്ല ഇന്ത്യ സ്വന്തമാക്കിയത്, കളിയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായം കൂടിയാണ്. തുടർച്ചയായ ഫൈനലുകൾ ജയിച്ച് ലോകകപ്പ് നിലനിർത്തുന്ന ആദ്യ രാജ്യം. സഞ്ജു തീപ്പന്തമായി, ബുംറ തീക്കനലെറിഞ്ഞു. ന്യൂസിലൻഡ് ചാമ്പലായി. ഇന്ത്യക്ക് T20 ലോകകപ്പിൽ ചരിത്ര വിജയം. വിജയാഹ്ലാദത്തോടെ ഏവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് സ്വാഗതം. നിശ്ചയമായും പറയാം, സഞ്ജു സാംസൺ തന്നെയായിരുന്നു ഈ വിജയത്തിന്റെ നട്ടെല്ല്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ബാറ്റ് കൊണ്ട് നിറഞ്ഞാടിയപ്പോൾ പന്ത് കൊണ്ട് ജസ്പ്രീത് ബുംറയുടെ ഇന്ദ്രജാലം ഒരിക്കൽ കൂടി. കഴിഞ്ഞ കളിയിൽ അർഹിച്ച മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഫൈനലിലെ പ്രകടനം ബുംറയ്ക്ക് നേടിക്കൊടുത്തു. 2024 ഫൈനൽ ജയത്തിൽ നിന്ന് എത്രയോ കാലം മുന്നിലാണ് ഇന്ത്യയുടെ ഈ വിജയം. അന്ന് 7 റണ്ണിനാണ് ഇന്ത്യ ജയിച്ചത്. 20 ഓവറിൽ അന്ന് നേടിയത് 7 വിക്കറ്റിന് 176 റൺ. ലക്ഷ്യം പിന്തുടർന്ന സൗത്ത് ആഫ്രിക്ക 8 വിക്കറ്റ് നഷ്ടത്തിൽ 168 റണ്ണിന് ബാറ്റ് താഴ്ത്തി. അന്നത്തെ ബൗളർമാരെല്ലാം ഇന്നുമുണ്ട്. ഹാർദിക്കും ബുംറയും ഹർഷദീപും അക്സർ പട്ടേലും. ഇന്ന് 96 റണ്ണിനാണ് ഇന്ത്യയുടെ വിജയം. 20 ഓവറിൽ അടിച്ചുകൂട്ടിയത് 255 റൺ. സെമിയിൽ 33 പന്തിൽ സെഞ്ചുറി അടിച്ച ന്യൂസിലൻഡിന്റെ ഫിൻ അലൻ 9 റണ്ണിന് പുറത്തായതോടെ പവർ പ്ലേയിൽ തന്നെ ന്യൂസിലൻഡ് തോൽവി സമ്മതിച്ചു. ആദ്യ 6 ഓവറിൽ ഇന്ത്യ വിക്കറ്റ് പോകാതെ 92 റൺ അടിച്ചുകൂട്ടിയപ്പോൾ ന്യൂസിലൻഡിന് 3 വിക്കറ്റ് നഷ്ടത്തിൽ 52 എടുക്കാനേ കഴിഞ്ഞുള്ളൂ. കളിയുടെ വിധി അവിടെ നിർണയിക്കപ്പെട്ടു. സഞ്ജു സാംസൺ എന്തുകൊണ്ട് വേറിട്ട കളിക്കാരനാകുന്നു എന്ന് ഒരുപക്ഷെ ഇന്ന് ഗാലറിയിൽ ഇരുന്ന അമിത്ഷാക്കെങ്കിലും മനസ്സിലായി കാണും. ഫൈനൽ പോലെ നിർണായകമായ ഒരു മത്സരത്തിൽ ഒരു ഇന്നിംഗ്സ് എങ്ങനെയാണ് തുന്നിയെടുക്കേണ്ടതെന്നതിന്റെ സ്റ്റഡി ക്ലാസ് ആയിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. 49 ബോളിൽ 89 റൺസ്. ആ സ്കോർ കാർഡ് പക്ഷേ കഥ മൊത്തം പറയില്ല. കഴിഞ്ഞ കളിയിലും സഞ്ജു 89 റൺസാണ് സ്കോർ ചെയ്തത്. അത് 42 പന്തിലായിരുന്നു. ഫൈനലിൽ 89 റൺ നേടാൻ സഞ്ജു 49 പന്തുകൾ കളിച്ചു. സെമി ഫൈനലിൽ സഞ്ജു അടിച്ചത് 7 സിക്സും 8 ഫോറും. ഫൈനലിൽ 5 ഫോറും 8 സിക്സും. ഓരോന്നും ചെന്ന് പതിച്ചത് BCCIയിലെ കൊലകൊമ്പന്മാരുടെ മസ്തകത്തിൽ. എങ്ങനെയാണ് സഞ്ജു ഇന്ന് തന്റെ ഇന്നിംഗ്സ് കരിപ്പിടിപ്പിച്ചത്? ഇന്നത്തെ 49 പന്തിൽ 16 സിംഗിൾ, 1 ഡബിൾ, 13 ഡോട്ട് ബോൾ. സെമിയിലെ 42 പന്തിൽ 10 ഡോട്ട് ബോൾ, 11 സിംഗിൾ. ഫൈനലിൽ സഞ്ജുവിന് കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. മുന്നിൽ നിന്ന് കളിച്ച് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തേ അടങ്ങൂ എന്ന വാശി സഞ്ജുവിന്റെ ശരീരഭാഷയിൽ ഉടനീളം പ്രകടമായിരുന്നു. എന്നാൽ അനാവശ്യമായ റിസ്ക് എടുക്കാൻ സഞ്ജു തയ്യാറായതുമില്ല. ഓരോ പന്തിനെയും അതർഹിക്കുന്ന ബഹുമാനത്തോടെ സഞ്ജു കളിച്ചു. ഏത് പന്ത് ബൗണ്ടറിക്ക് മുകളിലൂടെ ഗാലറിയിലെത്തണം, ഏത് പന്ത് ഫീൽഡർമാർക്കിടയിലെ ഗ്യാപ്പ് പിളർന്ന് ബൗണ്ടറിയിലേക്ക് ഉരുളണം, ഏത് പന്ത് സിംഗിൾ എടുക്കണം, ഏത് പന്ത് ഡിഫെൻഡ് ചെയ്യണം, എല്ലാം ഇന്ന് സഞ്ജു കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സഞ്ജുവിന് തെളിയിക്കാനുണ്ടായിരുന്നു. ഒരുപാട് മേലാളന്മാരുടെ മുന്നിൽ സഞ്ജുവിന് തലയുയർത്തി നിൽക്കേണ്ടതുണ്ടായിരുന്നു. അതറിഞ്ഞു തന്നെ സഞ്ജു സാംസൺ ഇന്നത്തെ കളി കളിച്ചു. ഫൈനലിൽ സഞ്ജു സാംസൺ ടോപ്പ് സ്കോററായി. അങ്ങനെ ഈ വേൾഡ് കപ്പിൽ മലയാളിയുടെ അഭിമാനമായി മാറി സഞ്ജു സാംസൺ. തന്നെ തഴഞ്ഞവർക്ക്, തിരസ്കരിച്ചവർക്ക്, തന്നെ അവഗണിച്ചവരോട്, തന്നെ പുറത്തു നിർത്തിയവരോട്, തന്നെ പരിഹസിച്ചവരോട്, തന്നെ സംശയിച്ചവരോട് ഇതിലും മധുരമായി ഒരു കളിക്കാരൻ എങ്ങനെയാണ് പകരം വീട്ടുക? അഭിഷേകും ഇഷാൻ കിഷനും അടിച്ചു തകർത്തപ്പോൾ പലപ്പോഴും സഞ്ജു സിംഗിൾ എടുത്ത് മാറിക്കൊടുക്കുകയായിരുന്നു. സ്പിന്നർമാരെ വേട്ടയാടാൻ അവരെ ഇരുവരെയും നിയോഗിച്ചു. അഭിഷേക് 21 ബോളിൽ 52 റൺ എടുത്തു. ഇഷാൻ 25 ബോളിൽ നിന്ന് 54. അപ്പോഴൊക്കെ പതിയിരിക്കുകയായിരുന്നു സഞ്ജു. അര സെഞ്ചുറി പിന്നിട്ടപ്പോൾ ഫെർഗൂസനെ തുടർച്ചയായി 2 സിക്സറുകൾ. തൊട്ടടുത്ത ഓവറിൽ രവീന്ദ്രയെ തുടർച്ചയായ 3 സിക്സറുകൾ. ആ സമയത്ത് കമന്റേറ്റർ ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. 22 ബോൾ, 1 ഫോർ, 8 സിക്സറുകൾ. ഇന്ത്യയുടെ സ്കോർ 290-ലെത്തുമെന്ന് പ്രതീക്ഷിച്ച നിമിഷം 15 ഓവറിൽ 15 സിക്സറുകൾ. 14-ാം ഓവറിൽ T20യിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാന്റെ ഏറ്റവും ഉയർന്ന സ്കോറും ഫൈനലിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും താണ്ടി. പക്ഷെ ഒറ്റ ഓവറിൽ സഞ്ജുവും ഇഷാനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മടങ്ങിയതോടെ ഇന്ത്യ ചൊരിഞ്ഞ ബൗണ്ടറി മഴ നിലച്ചു. പിന്നെ സ്കോർ ബോർഡ് ഇഴഞ്ഞു. റൺ നിരക്ക് കുത്തനെ ഇടിഞ്ഞു. ആ ഇടിവ് സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു. സഞ്ജു പുറത്താകുന്നതിന് മുമ്പ് 22 ബോളിൽ 1 ഫോർ, 8 സിക്സ് എന്നായിരുന്നു സ്ഥിതി. സഞ്ജു മടങ്ങിയ ശേഷം അതിങ്ങനെ 24 ബോൾ, 4 വിക്കറ്റ്, 1 ഫോർ, 1 സിക്സ്. തകർത്തടിച്ചുകൊണ്ടിരുന്ന 2 ബാറ്റർമാർ ഒരു ഓവറിൽ തൊട്ടടുത്ത പന്തുകളിൽ പുറത്താകുന്നു. പിന്നീട് വന്ന ക്യാപ്റ്റൻ കളിച്ച ഷോട്ട് നോക്കൂ. കണ്ടം ക്രിക്കറ്റിലെ 11-ാമൻ പോലും അടിക്കാത്ത അത്യന്തം പരിതാപകരമായ ഒരു ഷോട്ട്. ഫൈനൽ മത്സരത്തിൽ ഏതെങ്കിലും ഒരു ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു മണ്ടൻ ഷോട്ട് കളിക്കുമോ? പക്ഷെ ഇന്ത്യൻ ക്യാപ്റ്റന് കളിക്കാം. കാരണം കളി തോറ്റാലും അദ്ദേഹം ടീമിൽ നിലനിൽക്കും. സഞ്ജു എങ്ങാനുമായിരിക്കണം ഈ സ്ഥാനത്ത്
ഗവാസ്കറൊക്കെ എന്തെല്ലാം പറഞ്ഞേനെ. ശിവം ദുബെക്ക് മുമ്പേ ഹാർദിക് പാണ്ഡ്യയെയും തിലക് വർമ്മയെയും ഇറക്കിയതും പിഴച്ചു. കഴിഞ്ഞ കളിയിൽ 4-മനായി ഇറങ്ങി 4 6ഉം 1 4ഉം അടിച്ച് മിന്നിക്കളിച്ച ദുബെ തന്നെയായിരുന്നു ഇന്നും ആ പൊസിഷനിൽ ഇറങ്ങേണ്ടിയിരുന്നത്. ഹാർദിക്കും തിലക് വർമ്മയും ഇന്ന് തപ്പിത്തടഞ്ഞപ്പോൾ ദുബെ ഇന്നും തകർത്തു വാരി. 8 ബോളിൽ 2 6ഉം 3 4ഉം ഉൾപ്പെടെ 26 റൺസ്. ഈ ഫൈനലിൽ ക്യാപ്റ്റന്റെ തൊപ്പി സൂര്യകുമാർ യാദവിന്റെ തലയിലായിരുന്നെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗിൽ 15-ാം ഓവർ വരെ കളം ഭരിച്ചത് സഞ്ജു സാംസൺ തന്നെയായിരുന്നു. 16-ാം ഓവറിന്റെ ആദ്യ പന്തിൽ സിക്സർ അടിക്കാനുള്ള ശ്രമം പിഴച്ചെന്ന് മനസ്സിലായപ്പോൾ ഇഷാൻ കിഷന്റെ തലയിൽ തടവി ഇനി കളി നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ് സഞ്ജു മടങ്ങിയത്. പക്ഷെ ആ പ്രതീക്ഷ നിലനിർത്താൻ ഇഷാന് കഴിഞ്ഞില്ല. ലോകമണ്ടൻ ഷോട്ട് കളിച്ച് സൂര്യകുമാർ യാദവ് ഈ ഫൈനലിലെ തോൽവിയുമായി മാറി. പക്ഷെ ബൌളിംഗിലും ഇന്ത്യക്കായിരുന്നു സമ്പൂർണ്ണാധിപത്യം. ന്യൂസിലാൻഡിന്റെ ഒരു ബാറ്റർ പോലും ഇന്ത്യൻ വിജയത്തെ വെല്ലുവിളിച്ചില്ല. അങ്ങനെ അഹമ്മദാബാദിൽ ഇന്ത്യ പുതുചരിത്രം എഴുതിയ ഒരു ക്രിക്കറ്റ് രാവിന് ആഘോഷത്തോടെ തിരശീല വീണു. ഒരിക്കൽ കൂടി ഈ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ എല്ലാ കളിക്കാർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ അഭിനന്ദനങ്ങൾ. പ്രതിമാസം 100 രൂപ സഹായം പലപ്പോഴായി നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. nbkerala.com എന്ന വെബ്സൈറ്റിൽ 100 രൂപ ഓട്ടോ പേ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. സഹായിക്കാൻ സന്മനസ്സുള്ള സുഹൃത്തുക്കൾ സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി nbkerala.com എന്ന സൈറ്റ് പരിചയപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.